നമ്മൾ സ്ത്രീകൾക്ക് കൈവണ്ണം ചുരിദാറിട്ടാലും സാരി ഉടുത്താലും എല്ലാം ഈ കൈവണ്ണം നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഈ വണ്ണക്കൂടുതൽ കാരണം നമ്മുടെ ബ്ലൗസിൻ്റെ ഇവിടെ എല്ലാം ചുരുങ്ങിയിട്ട് പെട്ടെന്ന് കീറിപ്പോവും. അത് നമുക്കതൊരു ഡിസ്കംഫർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രോബ്ലമാണ്. പിന്നെ നമുക്ക് ഈ കക്ഷത്തോട് കൈ ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. വണ്ണം കൂടുന്തോറും നമ്മളിത് ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കൈവണ്ണത്തിൻ്റെ പ്രശ്നമുള്ള അമ്മമാർക്കും സഹോദരികൾക്കും വേറെ നിസ്സാര 5 മിനിറ്റ് പോലും വേണ്ട ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള 5 സ്റ്റെപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓരോ സ്റ്റെപ്പും 50 തവണ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ടൈമുള്ള ഏത് ടൈം വേണോ ചെയ്യാം. ഭക്ഷണമൊന്നും ഇതിന് ബാധകമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ചെയ്യുക. 50 തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ 25 തവണ വീതം നിങ്ങൾ നിർത്തി ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഈസി സ്റ്റെപ്പ് 5 ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. കൈ ക്രോസ് ചെയ്യുകയാണ്. ഇതാണ്. അപ്പോൾ നിങ്ങൾ 25 തവണ ഷോൾഡർ വേദനയോ കഴുത്ത് വേദനയോ ഉള്ളവർ 10 തവണ വീതം നിർത്തി ചെയ്യുകയോ അല്ലെങ്കിൽ 25 തവണയായിട്ട് 2 സ്റ്റെപ്പ് ചെയ്യുകയോ ചെയ്യുക. പക്ഷേ 50 തവണ അത് കണ്ടിന്യൂ ആക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത് 3 സ്റ്റെപ്പായി. അടുത്ത് നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ വൺ ടു ത്രീ പറഞ്ഞ് നമ്മൾ ചെയ്യണം 50 തവണ. ഓക്കെ. ഇനി 1 2 3 4 5 6. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കൈവണ്ണം കുറയ്ക്കാൻ. പക്ഷേ അതിലുള്ളതിൽ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചത്. ഇന്ന് നിങ്ങൾക്ക് ഒരു TV കാണുമ്പോഴോ സ്നാക്സ് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ ടൈം കിട്ടുന്നോ അത്രയും തവണ ചെയ്താൽ നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് നിങ്ങളുടെ കൈവണ്ണം കുറച്ച് നിങ്ങൾക്ക് കംഫർട്ടബിളാക്കാം. ബ്ലൗസിൻ്റെ വണ്ണം കൈവണ്ണം ഒക്കെ കുറഞ്ഞ് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്. വെറും നമ്മുടെ സൗന്ദര്യം നമ്മുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ദയവ് ചെയ്ത് ഈ ഒരു 5 സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.